ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ ഫിനാൻഷ്യൽ റിസൾട്ടുകളും റിലയൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ ഇന്നലെ നമ്മളുടെ വീഡിയോയിൽ ഏതർ എനർജിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അത് കാണാത്തവർക്ക് ഏതർ എനർജി എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. നിഫ്റ്റി സെൻസെക്സ് ഇന്ന് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു, വലിയ ഗെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സെൻസെക്സ് വെറും 70 പോയിന്റ് അപ്പായിട്ട്, അതായത് 0.09%, 80,288 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 7 പോയിന്റ് അപ്പായിരുന്നു, അതായത് 0.03%, 24,336 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലും വലിയ ഗെയിനൊന്നുമില്ല, 0.07% ഡൗൺ ആയിട്ട് 55,391 ക്ലോസ് ചെയ്തത്. ഇനി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയായിരുന്നു, ചെറിയൊരു ഗെയിൻ 0.2% ഗെയിൻ ഉണ്ടായിരുന്നു. ഇനി സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ IT, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയവ 0.5 മുതൽ 1% വരെ അപ്പായിരുന്നു. പക്ഷേ മെറ്റൽ, ടെലികോം, പവർ, ഫാർമ സെക്ടറുകൾ 0.5 മുതൽ 1% വരെ ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ്, ടെക് മഹീന്ദ്ര, റിലയൻസ് ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, എറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലോസേഴ്സിൽ സൺഫാർമ, ONGC, കോൾ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്, ഡോക്ടർ റെഡ്ഡിസ് ലാബ്സ് തുടങ്ങിയവയാണ്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1365 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 1478 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് 29-ാം തീയതി ടോട്ടൽ 41 കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികളായിട്ട് വരുന്നത് ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, സിയറ്റ്, അതുകൂടാതെ അംബുജ സിമെൻറ്റ്, ഭാരത് പെട്രോളിയം, ട്രെൻഡ് തുടങ്ങിയ കമ്പനികളാണ്. പിന്നെ കൺസ്യൂമർ ഇ കൊമേഴ്സ് കമ്പനികളായിട്ടുള്ള വിശാൽ മെഗാമാർട്ടിൻ്റെയും ഇന്ത്യ മാർട്ടിൻ്റെയും റിസൾട്ടുകളും ഇന്ന് വരുന്നുണ്ട്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി നാളെ ഏപ്രിൽ 30-ാം തീയതി വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ, ടോട്ടൽ 43 കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് അദാനി പവർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ് ടവേഴ്സ്, ഫീനിക്സ് മിൽസ്, അജന്ത ഫാർമ ആൻഡ് ക്രിസിൽ. ഇത്രയും കമ്പനികളാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുകൂടാതെ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിലുള്ള ഫെഡറൽ ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ബാങ്കിങ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികളുടെ റിസൾട്ട് കൂടി നാളെ വരാനുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തെ അപ്ഡേറ്റ് റിലയൻസുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹയർ ഇന്ത്യയിൽ അവരുടെ മെജോറിറ്റി സ്റ്റേക്ക് ഒരു ഇന്ത്യൻ കമ്പനിക്ക് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ഇന്ന് വന്ന ന്യൂസ് അനുസരിച്ച് റിലയൻസ് ആ ഒരു സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. റിലയൻസ് കൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് ബിസിനസ് ഗ്രൂപ്പുകളായിട്ടുള്ള ഒന്ന് എയർടെലിൻ്റെ സുനിൽ മിത്തൽ, പിന്നെ TPG ഗ്രൂപ്പ്, ഡാബർ ഗ്രൂപ്പ് തുടങ്ങിയവരെല്ലാം ഈ സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആര് അക്വയർ ചെയ്യുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ഏകദേശം 2 മുതൽ 2.3 ബില്യൺ വരെ വാല്യൂ വരുന്ന സ്റ്റേക്കാണിത്. മുമ്പ് ചൈനീസ് കമ്പനിയായ MG മോട്ടോഴ്സും ഇതേ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിരുന്നു. അവരുടെ മെജോറിറ്റി സ്റ്റേക്ക് ഒരു ഇന്ത്യൻ കമ്പനിക്ക് സെല് ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ചെയ്യാനാണ് ഹയറും പ്ലാൻ ചെയ്യുന്നത്. റിലയൻസും എയർടെലും ഹയറിൻ്റെ ചൈനീസ് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ഡയറക്റ്റ് ടോക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഹയർ ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഡീൽ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് വരുന്ന ദിവസങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ഗവൺമെൻറ് പെർമിഷൻസ് ഒക്കെ കിട്ടാനുള്ളതാണ്. എന്തായാലും അത് കുറച്ച് ദിവസത്തിനുള്ളിൽ ക്ലിയർ ആയിട്ട് വരും. അടുത്തത് HP ഇന്ത്യൻ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അവർ ഡിക്സണുമായി ചേർന്ന് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെയ് 2025 മുതൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ഓൾ ഇൻ വൺ PC എന്നിവ ഇന്ത്യയിൽ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ HP പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിക്സണുമായിട്ട് ചേർന്നിട്ടായിരിക്കും ഈ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് HP പ്രൊഡക്ഷൻ ഡബിൾ ആക്കാനാണ് HP പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ ഗവൺമെൻറ് PLI സ്കീമിൽ നിന്നുള്ള ബെനിഫിറ്റ് നേടാനും HPക്ക് ഇതുവഴി സാധിക്കും. ഈ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത് വഴി HPക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമല്ല എക്സ്പോർട്ട് മാർക്കറ്റും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ ഗവൺമെൻറ് PLI സ്കീംസ് അവതരിപ്പിച്ചിരുന്നു പല സെഗ്മെൻറ്റിലും. ഇന്ത്യയിലെ പ്രൊഡക്ഷൻസ് വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആണ് ഇങ്ങനെയുള്ള സ്കീമുകൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. പല മൊബൈൽ കമ്പനികളും ഇന്ത്യയിൽ ഓൾറെഡി നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ പല ഇലക്ട്രോണിക് കമ്പനികളും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് പ്ലാൻസ് സ്ഥാപിക്കുന്നുണ്ട് ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ് നേടാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കമ്പനികളുടെ Q4 റിസൾട്ട് പരിശോധിക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് അൾട്രാടെക്കിൻ്റെ റിസൾട്ടാണ്.
അവരുടെ നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 2482 കോടിയായിട്ടുണ്ട്. റവന്യൂ 13% വർദ്ധിച്ചിട്ടുണ്ട്. എബിറ്റ 11% വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രേ സിമെൻറ്റ് വോളിയം 10% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിലും 7% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 74,936 കോടിയായിട്ടുണ്ട്. ഇനി ടി വി എസ് മോട്ടോഴ്സിൻ്റെ റിസൾട്ട് നോക്കാം. അവരുടെ Q4 പ്രോഫിറ്റ് 76% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 852 കോടിയായിട്ടുണ്ട്. റവന്യൂ 17% വർദ്ധിച്ചിട്ടുണ്ട്. എബിറ്റ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. 1333 കോടിയായിരുന്നു. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിലും Q4 38% വളർച്ചയുണ്ട്. റവന്യൂ 5% വളർച്ചയുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. അടുത്തത് RPG ലൈഫിൻ്റെ റിസൾട്ടാണ്. RPG ലൈഫിൻ്റെ Q4 പ്രോഫിറ്റ് 786%, ഏകദേശം 800% വർദ്ധിച്ച് 117.35 കോടിയായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റിൽ വൺ ടൈം ഏണിംഗ് വരുന്നുണ്ട്. അവരുടെ ലാൻഡ് സെയിൽ നടന്നിരുന്നു, അതിൻ്റെ ഒരു എമൗണ്ട് കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി റവന്യൂ 13% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്ത് 143 കോടിയായിട്ടുണ്ട്. എബിറ്റ മാർജിൻ 11 നിന്ന് 21% വർദ്ധിച്ചിട്ടുണ്ട്. ഈ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 20 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.